ഹായ് ഫ്രണ്ട്സ്, സഫാരി കാർസ് ബൈ അൻഫാൽ എന്നുള്ള യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ, ഇപ്പോൾ നമ്മുടെ മേഖലയിൽ ഒരുപാട് ആൾക്കാർക്ക് സംശയമല്ലേ ഒരു ചോദ്യത്തിന് നമുക്കറിയാവുന്ന രീതിയിൽ പറ്റാവുന്ന രീതിയിൽ ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എന്നോട് കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ നേരിട്ട് സംശയം ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഷോറൂമിൽ വരുന്ന കസ്റ്റമേഴ്സിനും സംശയമുണ്ട്, അതേപോലെ ഒരുപാട് ഡീലേഴ്സിനും സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടക്കാർക്കും പുതിയ ഷോറൂമിൻ്റെ ആളുകൾക്കൊക്കെ ഓരോ സംശയമുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വിഷയമായിരിക്കാം, അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിഷയം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു ഫുൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വാഹനങ്ങൾക്ക് വലിയ രീതിയിൽ ടാക്സ് കുറയാൻ പോവാണ്. അതായത് CBU വെഹിക്കിൾസിന് വലിയ രീതിയിൽ ടാക്സ് കമ്മിയാവുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 40% വരെ നമുക്ക് ടാക്സ് ഇളവ് കിട്ടാൻ പോവാണ്. എല്ലാവർക്കുമുള്ള സംശയം, അതായത് ഈ ഫുൾ ഇമ്പോർട്ടഡ് ചെയ്യുന്ന വാഹനങ്ങൾ CBU വെഹിക്കിൾസിന് വൻ രീതിയിൽ വില കുറയാൻ പോവാണ്. ഇനി മാർക്കറ്റിൽ ഇത്തരം വാഹനങ്ങളൊക്കെ നമുക്ക് ചെറിയ പ്രൈസിൽ വാങ്ങിക്കാൻ കിട്ടും, വലിയ രീതിയിൽ ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നില്ലൊക്കെ ധാരണയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയും യൂറോപ്പും തമ്മിലൊരു ട്രേഡ് എഗ്രിമെൻ്റ് നടക്കാൻ പോവാണ്. ഈ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ യൂറോപ്യൻ കൺട്രികളിലൊക്കെ അല്ലേ വാഹനങ്ങൾ, അതായത് മെഴ്സിഡീസ്, BMW, ഓഡി, ലാൻഡ് റോവർ, പോർഷെ, അതേപോലെ ഫെറാരി, ലംബോർഗിനി, ഇത്തരം ബ്രാൻഡുകളുടെ ഒക്കെ വാഹനങ്ങൾ, വേറെയും ബ്രാൻഡുകളുണ്ട്. ഇത്രയും ബ്രാൻഡുകളുടെ വാഹനങ്ങളൊക്കെ ഫുൾ ഇമ്പോർട്ടഡ് ചെയ്യുന്ന വാഹനങ്ങളുണ്ട്, ഫുൾ ഇമ്പോർട്ടഡ് ചെയ്യാത്ത വാഹനങ്ങളുണ്ട്. അതായത് CBU വെഹിക്കിൾസും ഉണ്ട്, CKD വെഹിക്കിൾസും ഉണ്ട്. ഇത് രണ്ടും എന്താണെന്ന് ഞാനിതിൽ സൂചിപ്പിക്കാം. അപ്പോൾ അത്തരം ഫുൾ CBU വെഹിക്കിൾസിന് വലിയ രീതിയിൽ വില കുറയാൻ പോകുന്നു എന്നുള്ള ന്യൂസാണ് നമ്മളൊക്കെ കണ്ടത്. കുറച്ചായി ന്യൂസ് വന്നിട്ട്, ഞാനിപ്പോഴാണ് വീഡിയോയുമായി വന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വിഷയമായിരിക്കാം. അറിയുന്ന ആളുകളൊക്കെ സ്കിപ്പ് ചെയ്തോളി, അറിയാത്ത ആളുകൾ കണ്ടോളി, അറിയാത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളി, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ തീർച്ചയായിട്ടും ഇതെങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയെ ബാധിക്കും എന്നാണ് ഞാനിവിടെ നോക്കാൻ പോകുന്നത്. ഈ ന്യൂസ് കണ്ട ഉടനെ ഡിഫൻഡർ ഉപയോഗിക്കുന്ന, വെൽഫെയർ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇതേപോലത്തെ BMWൻ്റെയും മെഴ്സിഡീസിൻ്റെ ഒക്കെ ഇമ്പോർട്ടഡ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മൾ വിളിക്കുകയുണ്ടായി. എൻ്റെ വാഹനം പെട്ടെന്ന് സെയിൽ ചെയ്യണം, നമുക്ക് ചെറിയ വില ഡിപ്രിസിയേഷൻ വന്നാലും കുഴപ്പമില്ല, ഏതെങ്കിലും കസ്റ്റമർ ഉണ്ടോ, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി കോളുകളാണ് സത്യത്തിൽ വന്നത്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് നടക്കുന്നുണ്ട്. എഗ്രിമെൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുണവും ദോഷവും ഒക്കെ നിലവിലുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയൊക്കെ അവിടെ പങ്കുവെക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് വരുന്നൊരു സംഗതിയല്ല. ഈ ട്രേഡ് എഗ്രിമെൻറ്റ് യൂറോപ്പും നമ്മുടെ രാജ്യവും എഗ്രിമെൻറ്റ് സൈൻ ചെയ്താൽ തന്നെ 1-2 വർഷങ്ങളെടുക്കും ഇത് നിലവിൽ വരാൻ എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അതായത് 100% മുതൽ 110% വരെയാണ് ഇപ്പോൾ നിലവിൽ ഇമ്പോർട്ടഡ് വാഹനങ്ങൾക്ക് ടാക്സ് വരുന്നത്. അതിന് പുറമെ GST, നമ്മുടെ റോഡ് ടാക്സ്, നമ്മുടെ കേരളത്തിലുള്ള ടാക്സ്, ഇന്ത്യയിലുള്ള ടാക്സ് ഒക്കെ പുറമെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ 1 കോടി വിലയുള്ള വാഹനത്തിന്, അതായത് യൂറോപ്പിൽ 1 കോടി മാനുഫാക്ചറിൻ്റെ അടുത്ത് വിലയുള്ള വാഹനത്തിന് ഇങ്ങോട്ട് എത്തുമ്പോൾ എക്സ്ട്രാ 100%, 110% ഇമ്പോർട്ടഡ് ടാക്സ് തന്നെ വന്നിരുന്ന വാഹനം ഈ എഗ്രിമെൻ്റ് നിലവിൽ വരുന്നതോടുകൂടി, ഈ കരാർ നിലവിൽ വരുന്നതോടുകൂടി നമുക്ക് 40% വരെ വില കുറച്ച് ഈ വാഹനം നമുക്ക് ഇന്ത്യയിൽ ലഭ്യമാവും. അതായത് 1 കോടി ടാക്സ് അടച്ചിരുന്നത് 60 ലക്ഷം രൂപ ടാക്സ് അടച്ചാൽ മതി. 40 ലക്ഷം രൂപേൻ്റെ ഒക്കെ ഡിപ്രിസിയേഷൻ വരാൻ പോവാണ് ടാക്സിൽ മാത്രം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള വില നമുക്ക് ഇമ്പോർട്ടഡ് വാഹനങ്ങളിൽ വില കമ്മിയാവുന്നില്ലതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുമോ, ഇപ്പോൾ വാഹനം ഉപയോഗിക്കുന്ന ആളുകളെ ബാധിക്കുമോ, അതേപോലെ തന്നെ എന്നെ പോലെ ഇവിടെ കുറേ കംപ്ലീറ്റ് CBU വെഹിക്കിൾസ് ഉണ്ട്, CKD വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്, ഇത്തരം ഡീലർമാരെ ബാധിക്കുമോ എന്നൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതാണ്. തീർച്ചയായിട്ടും ഞാൻ ഇത് പഠിച്ചില്ലെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നാളെ ഒരു CBU വാഹനം ഒരാൾ വിൽക്കാൻ വരുമ്പോൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അതേപോലെ CKD വാഹനം വരുമ്പോൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അതേപോലെ ഒരു CBU വാഹനം എനിക്ക് വാങ്ങി വെച്ച വാഹനം വാങ്ങാൻ വേണ്ടി ഒരു കസ്റ്റമർ വരുമ്പോൾ എനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയ എൻ്റെ രീതിയിലാണ് നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇപ്പം നിലവിൽ ഒരു CBU വെഹിക്കിൾ, ഇപ്പോൾ BMWൻ്റെ M5, M4, പോർഷയുടെ കംപ്ലീറ്റ് വാഹനങ്ങളും CBU ആണ്. ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു പോർഷെ പനമേര കിടക്കുന്നുണ്ട്. ഏകദേശം 2 കോടിയിലധികം ഷോറൂമിൽ ഇപ്പോൾ നിലവിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നൊരു വാഹനമാണ്. ഇപ്പോൾ നിലവിൽ ഇത് CBU വെഹിക്കിൾ അവിടെ 1 കോടി വില വരുന്നുണ്ടെങ്കിൽ ഇത് 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് നാട്ടിൽ ഈ വണ്ടി
ഇത്രയും വില കുറച്ച് നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. നിലവിലിപ്പോൾ ഈ നിയമം വന്നെങ്കിലും ഇന്നോ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാലോ 3 മാസം കഴിഞ്ഞാലോ ഒരു 40 ലക്ഷമോ അല്ലെങ്കിൽ ഒരു 50 ലക്ഷമോ 60 ലക്ഷമോ അല്ലെങ്കിൽ 20 ലക്ഷമോ കുറച്ചിട്ട് നമുക്ക് വണ്ടി കിട്ടണം എന്ന് കരുതിയാൽ ഇപ്പം നിലവിൽ എന്തായാലും കിട്ടില്ല. അതിലുപരി ഇതിന് ഒരു കോട്ട വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കിയ കേട്ടോ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ എഗ്രിമെൻറ്റിൽ തന്നെ ഇതിനൊരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2 ലക്ഷം വാഹനങ്ങൾ അല്ലെങ്കിൽ 2.5 ലക്ഷം വാഹനങ്ങളെ ഇന്ത്യ രാജ്യത്തിലോട്ട് ഈ ടാക്സ് അളവിൽ ഇറക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ 2 ലക്ഷമാണ് നമ്മൾ കോട്ട എന്നുണ്ടെങ്കിൽ 2 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇമ്പോർട്ട് ടാക്സ് നമുക്ക് കിട്ടില്ല, ഇളവ് കിട്ടില്ല. അതിൻ്റെ മുകളിൽ ആ വർഷത്തിൽ വാങ്ങുന്ന വാഹനങ്ങൾക്ക് നമ്മൾ ആ 100-110% ടാക്സ് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന് 2-3 ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ ഇതിന് കോട്ട വെച്ചിട്ടുണ്ട്, അതേപോലെ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് നാട്ടിൽ വരാൻ പോകുന്നത്. ഇതുകൊണ്ട് ശരിക്കും എന്നെ സംബന്ധിച്ച് നമ്മുടെ യൂസർകാർ മേഖലനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് സംഭവം കൂടെ ഇങ്ങോട്ട് ഷെയർ ചെയ്യാണ്ട്. അതായത് ലക്ഷറി മാർക്കറ്റ്, പ്രീമിയം കാറുകളുടെ മാർക്കറ്റ് ഒന്ന് ഉണരാൻ കൂടി സാധ്യതയുണ്ട്. കാരണം ഇത്രയും വലിയ പ്രൈസിക്ക് വന്നിരുന്ന വാഹനം ചെറിയൊരു പ്രൈസിൽ മാർക്കറ്റിൽ വരുമ്പോൾ നിലവിലുള്ള ഒരു CBU വെഹിക്കിൾസിന് വില കുറയും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. അപ്പോൾ വില കുറയുമ്പോൾ യൂസർ സെഗ്മെൻറ്റിലും നമുക്ക് ആ വില കുറച്ച് ലക്ഷറി കാറുകൾ കൊടുക്കാൻ കഴിയുമ്പോൾ ലക്ഷറി കാറുകൾ ഒന്ന് ഉണരുകയാണ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒറ്റയടിക്ക്, അതായത് നിലവിൽ ഈ ഉള്ള സമയത്ത് തന്നെ ഈ ഒരു നിയമം നിലവിൽ വന്ന് ഇപ്പോൾ തന്നെ വാഹനം റോട്ടിലിറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലെ വാഹനം വാങ്ങിച്ച ആളുകൾ, അതേപോലെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ ക്ഷീണം വരിക. കാരണം എന്തായാലും ഒരു ഡിപ്രിസിയേഷൻ നിലവിൽ എന്തായാലും വരും. ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ 1-2 വർഷം കഴിഞ്ഞിട്ട് വരുന്നത് കൊണ്ടും ഇതിൻ്റെ കോട്ട നിശ്ചയിച്ചത് കൊണ്ടൊക്കെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ട സാഹചര്യം ഇപ്പം നിലവിലില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം CBU വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെഴ്സിഡസ് ബെൻസ് ആയിക്കോട്ടെ, BMW ആയിക്കോട്ടെ, ഓഡി ആയിക്കോട്ടെ, ഇപ്പോൾ ഇന്ത്യയിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് പാർട്സ് കൊണ്ടുവന്ന് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങളും ഇവർക്കുണ്ട്. അതായത് മെഴ്സിഡസിൻ്റെ C ക്ലാസ്, BMWൻ്റെ 3 സീരീസ്, ഓഡിൻ്റെ A4 പോലത്തെ ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇവരുടെ കംപ്ലീറ്റ് CBU വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ AMG, മെഴ്സിഡസിൻ്റെ AMG വെഹിക്കിൾസ് ഉണ്ട്, BMWൻ്റെ M2, M3, M4, M5 ഇത്തരം മോഡൽസുകളുണ്ട്. ഓഡിയുടെ ഒക്കെ ഇമ്പോർട്ടഡ് വാഹനങ്ങൾ പറഞ്ഞാൽ ആ കാറ്റഗറി വാഹനങ്ങളാണ്, ഹൈ എൻഡ് കാറ്റഗറി വാഹനങ്ങളാണ് ഇതിലൊക്കെ വരുന്നത്. ഇപ്പോൾ ലാൻഡ് റോവറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് റോവറിൻ്റെ ലക്ഷറി സെഗ്മെൻ്റ് ആയിട്ടുള്ള റേഞ്ച് റോവർ സ്പോർട്ട്, വെലാറ്, അതേപോലെ ഇവോക്ക്, ഇത്തരം വാഹനങ്ങളൊന്നും ഈ CBU വെഹിക്കിൾസിൽ വരില്ല. ഇതൊക്കെ CKD വെഹിക്കിൾസാണ്. ഇനി CKD എന്താണ്, CBU എന്താണെന്നും കൂടി നിങ്ങളോട് പങ്കുവെക്കാം. അതായത് CBU എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ബിൽറ്റ് യൂണിറ്റ്, അതായത് ഫുൾ വണ്ടി അല്ലെങ്കിൽ ആ കാറ് പുറം രാജ്യത്ത് നിന്ന് തന്നെ നിർമ്മിച്ച് കംപ്ലീറ്റ് ബിൽഡ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്തോട്ട് വരുന്നത്. CKD എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളായിട്ട് പുറം രാജ്യത്ത് നിന്ന് ഇതിൻ്റെ സ്പെയർ പാർട്സ് കാര്യങ്ങൾ എല്ലാം നമ്മുടെ രാജ്യത്തോട്ട് കൊണ്ടുവന്ന് ഇന്ത്യയിൽ നിന്ന് ഇത് ബിൽഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് CKD. അപ്പോൾ CKD വാഹനങ്ങൾക്ക് നിലവിൽ വില കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം GSTയിലൊരു ഇളവ് വന്നു. ഇപ്പോൾ റേഞ്ച് റോവർ സ്പോർട്ട് ആയിക്കോട്ടെ, വെലാർ ആയിക്കോട്ടെ, ഇവോക്ക് ആയിക്കോട്ടെ, എല്ലാ വാഹനങ്ങൾക്കും നിലവിൽ വില കുറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇത്തരം വാഹനങ്ങളുള്ളത്. അപ്പോൾ ഈ CBU വാഹനങ്ങൾക്ക് ടാക്സിൽ ഇളവ് വന്നു എന്ന് കരുതിയിട്ട് ഇത്തരം വാഹനങ്ങൾക്കൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നിലവിൽ ലക്ഷറി സെഗ്മെൻറ്റിൽ കാണുന്ന ഒരു 75% വാഹനങ്ങളും ഈ CBU വെഹിക്കിൾസിൽ പെടാത്ത വാഹനങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒട്ടുമിക്ക വാഹനങ്ങളും ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ബിൽഡ് ചെയ്യുന്ന രീതിയിലോട്ട് പുറത്തുനിന്ന് സ്പെയർ പാർട്സ് കൊണ്ടുവന്ന് CKD രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കെയർ ചെയ്യേണ്ടത് CBU വാഹനങ്ങളിൽ മാത്രമാണ്. അതായത് കംപ്ലീറ്റ് ബിൽറ്റ് യൂണിറ്റ് വാഹനങ്ങൾക്ക് മാത്രമാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. നമ്മുടെ രാജ്യത്ത് തീരെ CKD വാഹനങ്ങൾ ഇല്ലാത്ത മോഡൽ വാഹനങ്ങളാണ്, അതിൽപ്പെട്ടതാണ് പോർഷെ, ലംബോർഗിനി ഒക്കെ. അത്തരം വാഹനങ്ങൾ, അതേപോലെ മെഴ്സിഡസിൻ്റെ G-Wagon, അതേപോലെ ഇപ്പോൾ ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡറിൻ്റെ ഒക്ട ഒക്കെ ഇതിൽ വരുന്നതാണ്. അതേപോലെ എനിക്ക് സംശയം ഉണ്ടാവും, ലാൻഡ് ക്രൂയിസർ ഇമ്പോർട്ടഡ് ആണ്, ഇപ്പോൾ നിസാൻ്റെ പല വാഹനങ്ങളും ഇമ്പോർട്ടഡ് ആണ്, ഫോർഡിൻ്റെ പല വാഹനങ്ങളും ഇമ്പോർട്ടഡ് ആണ്. പക്ഷേ ഇത്തരം വാഹനങ്ങളൊന്നും ഇതിൽ വരില്ല. ഇത് യൂറോപ്പും ഇന്ത്യയുമായുള്ള കരാറാണ്. ഇതിൽ ജപ്പാനോ മറ്റു രാജ്യങ്ങളൊന്നും, അമേരിക്ക ഒന്നും ഈ കളിയിലില്ല. ഈ കളിയിൽ ഇന്ത്യയും യൂറോപ്പും മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇതിലില്ല. കുറേ ആളുകൾ വണ്ടി വിൽക്കാൻ ശ്രമിക്കുന്നു, കുറേ ആളുകൾ വണ്ടി വാങ്ങാൻ പേടിക്കുന്നു. ഇപ്പോഴും നമ്മളിത് കിടക്കുന്ന ഫുൾ ഇമ്പോർട്ടഡ് വാഹനങ്ങളുണ്ട്, CBU വെഹിക്കിൾസ്. ഇതൊരു കസ്റ്റമർ വാങ്ങിക്കാൻ വരുമ്പോൾ അവരെ വലിയ ടെൻഷനാണ്. ഇതിപ്പോൾ ഈ വിലയിൽ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ
വലിയ വില കുറച്ച് പുതിയ വാഹനം ഷോറൂമിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ഇവർ വാങ്ങിയ വണ്ടിക്ക് വലിയ രീതിയിൽ വില കുറയുമോ എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ വാങ്ങി ഒരു 1-2 വർഷം കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഡിപ്രിസിയേഷനൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഇന്ന് വാങ്ങിയ ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 7 മാസം കൊണ്ടൊന്നും ഒരിക്കലും ആ ഡിപ്രിസിയേഷൻ സംഭവിക്കാനുള്ള സാധ്യത ഒരിക്കലുമില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇത്തരം CBU വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കസ്റ്റമറെ മൈൻഡ് സെറ്റ് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ, അവരുടെ കപ്പാസിറ്റിയെ പഠിച്ചു നോക്കുമ്പോൾ അവർക്ക് ഈ സംഗതി ബാധിക്കാനേ പോകുന്നില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു ഇന്നോവൻ്റെ ഹൈക്രോസ്, ടൊയോട്ടൻ്റെ ഇന്നോവൻ്റെ ഹൈക്രോസ് ഇറങ്ങിയ സമയത്ത് ഏകദേശം 41 ലക്ഷം രൂപ, 40 ലക്ഷം 41 ലക്ഷം രൂപക്കൊക്കെ ഷോറൂമിൽ പുതിയ വണ്ടി കിട്ടുന്ന ടൈമിൽ നമ്മൾ അതിലും കൂട്ടി 50,000 1 ലക്ഷം രൂപയൊക്കെ കൂട്ടി കസ്റ്റമർ എൻ്റെ അടുത്തുനിന്ന് വണ്ടി വാങ്ങി. അതായത് സെക്കൻഡ് ഓണർഷിപ്പിക്ക് മാറുന്ന 300, 500, 1000 കിലോമീറ്റർ ഓടിയ വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് 41 ലക്ഷം രൂപക്ക് ടൊയോട്ടൻ്റെ ഷോറൂമിൽ പോയാൽ ഒരു ഹൈക്രോസ് പുതിയത് 0 കിലോമീറ്റർ വാങ്ങിക്കാൻ കിട്ടും. അതേ വെഹിക്കിള് ഒരു സെക്കൻഡ് ഹാൻഡ് ഷോറൂമായിട്ടുള്ള നമ്മുടെ ഷോറൂമിൽ വന്നിട്ട് 50,000 1 ലക്ഷം രൂപ പ്രീമിയം തന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് മാറ്റിയിട്ട് വാഹനം വാങ്ങിക്കാനുള്ള മൈൻഡ് സെറ്റിലെ കസ്റ്റമർ അന്ന് മാർക്കറ്റിലുണ്ടായിരുന്നു. അവർക്ക് ഒരേ ഒരു കൺസേൺ ഉണ്ടായിരുന്നത് ഇപ്പോൾ വണ്ടി കിട്ടണം. അതായത് ഷോറൂമിൽ പോയാൽ 8 മാസം മുതൽ 1.5 വർഷം വരെ ബുക്കിങ്ങിലെ സമയത്ത് ടൊയോട്ടൻ്റെ ഹൈക്രോസ് അവർക്ക് ഇപ്പോൾ വണ്ടി കിട്ടുകയാണെങ്കിൽ അവർക്ക് വില കൂടിയാൽ പ്രശ്നമില്ല, ഡിപ്രിസിയേഷൻ വന്നാലും പ്രശ്നമില്ല. അപ്പോൾ ടൊയോട്ട ഹൈക്രോസ് വാങ്ങിക്കാനുള്ള മൈൻഡ് സെറ്റിലെ കസ്റ്റമർ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് പോർഷെ ആയിക്കോട്ടെ, ഇതേപോലത്തെ G-Wagon ആയിക്കോട്ടെ, ഇതേപോലെ തന്നെ ഇനി മെഴ്സിഡീസിൻ്റെ AMG വാഹനങ്ങളായിക്കോട്ടെ, BMW-ൻ്റെ M Sport വാഹനങ്ങളായിക്കോട്ടെ, M സീരീസിൽ വരുന്ന വാഹനങ്ങളായിക്കോട്ടെ, ഇതൊക്കെ 2 കോടി 3 കോടി 4 കോടി 5 കോടി ഇപ്പോൾ ലംബോർഗിനി അതേപോലെ ഫെറാരി ഒക്കെ വാങ്ങിക്കാൻ നിൽക്കണ കസ്റ്റമേഴ്സ് 1-2 വർഷം ചിലപ്പോൾ അവർ കാത്തിരിക്കാൻ തയ്യാറായി എന്നൊന്നും വരില്ല. അവർക്ക് ചിലപ്പോൾ ഇപ്പം തന്നെ വണ്ടി കിട്ടേണ്ടി വരും, അവരിപ്പം തന്നെ വാങ്ങിക്കും. അവർക്ക് ചിലപ്പോൾ ഡിപ്രിസിയേഷൻ ഒന്നും ബാധിച്ചു എന്ന് വരില്ല. ഇത് ഞാൻ പറഞ്ഞു എന്ന് എഴുതിയിട്ട് എല്ലാവരും കൂടെ എൻ്റെ മെക്കിട്ട് കയറണ്ട. ഇതൊരു 50-60% ഉള്ളൂ. ഒരു 40% ആൾക്കാർ ഡിപ്രിസിയേഷന് വലിയ കൺസേൺ കൊടുക്കുന്ന ആളുകളുണ്ട് മാർക്കറ്റിൽ. അവർ ഇന്ന് വാഹനം വാങ്ങിച്ചു 4-5 മാസം ഉപയോഗിച്ചിട്ട് എത്ര രൂപ ഡിപ്രിസിയേഷൻ വരും, എത്ര രൂപ വില കുറച്ച് നിങ്ങൾ തന്നെ വണ്ടി വാങ്ങിക്കും എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ കാണാറുണ്ട്. അല്ലെങ്കിൽ 6 മാസം 7 മാസം 1 കൊല്ലം ഉപയോഗിക്കുമ്പോൾ അടുത്തൊരു വാഹനത്തിൽ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് തരുമോ, എക്സ്ചേഞ്ച് ചെയ്ത് വരുമ്പോൾ മാർക്കറ്റിൽ വലിയ വില കമ്മിയാവോ എന്നൊക്കെയുള്ള കൺസേണിലെ കസ്റ്റമേഴ്സും നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഈ ഇമ്പോർട്ടഡ് ടാക്സ് നമ്മുടെ രാജ്യത്ത് വരട്ടെ, എല്ലാവർക്കും ഇമ്പോർട്ടഡ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കട്ടെ, ലക്ഷറി മാർക്കറ്റിന് വലിയ രീതിയിലുള്ള ബൂമിങ് ഉണ്ടാവട്ടെ. ഏതൊരു നിയമവും ഏതൊരു അപ്ഡേഷനും നമ്മുടെ നാട്ടിലോ രാജ്യത്തോ വരുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ടേ നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നീട് അത് അടിപൊളിയായിട്ട് പോവാറാണ് പതിവ്. ഇപ്പോൾ GSTയുടെ ഇളവ് നമ്മുടെ മാർക്കറ്റിൽ വന്നപ്പോൾ വലിയ രീതിയിൽ ആളുകൾ ടെൻഷനായിരുന്നു. അതായത് നമ്മളെ പോലത്തെ ബിസിനസ്സുകാർ. കാരണം വലിയ രീതിയിൽ വാഹനത്തിന് വില കുറയോ, വാങ്ങി വെച്ച വാഹനങ്ങൾ എന്താവും, ഇത് വിറ്റു പോകൂലേ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു പോയി. ഈ സമയം കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ പോലെ അതൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ നമുക്ക് ഒന്നും കൂടെ സെക്കൻഡ് മാർക്കറ്റിന് ബൂമിംഗ് ആണ് വന്നത്. കാരണം ആ വില കുറച്ച് വരുമ്പോൾ ആ വിലയും കൂടെ കുറച്ചിട്ടാണ് സെക്കൻഡ് ഡീലർമാരും കൊടുക്കുക, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളും വിൽക്കുക. അപ്പോൾ ആ വരുന്ന സമയത്ത് ചില ആളുകൾക്ക് നഷ്ടം സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ ഒരു നിയമം നിലവിൽ വരുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഇത് അവനെ ബാധിക്കുള്ളൂ, ഇവനെ ബാധിക്കുള്ളൂ, എനിക്ക് ബാധിക്കൂല, ഞാൻ മാരുതിയുടെ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഞാൻ ടൊയോട്ടയുടെ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഇത് ഫുൾ ഇമ്പോർട്ടഡ് വാഹനങ്ങൾക്കേ ബാധിക്കുള്ളൂ. ഇപ്പോൾ യുദ്ധം നടക്കുന്ന പോലെയാണ്. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമുക്ക് വരെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതേപോലെ തന്നെയാണ് ഒരു നിയമം നിലവിൽ വരുമ്പോൾ മാരുതിയുടെ വാഹനങ്ങളായിക്കോട്ടെ, ടൊയോട്ടയുടെ വാഹനങ്ങളായിക്കോട്ടെ, ഇനി അതൊക്കെ പോട്ടെ, നമ്മുടെ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള മാരുതി, അതേപോലെ ടാറ്റ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഇവർക്കൊക്കെ ബാധിക്കും. അതെങ്ങനെ ബാധിക്കും വെച്ചാൽ ഇവരുടെ ലക്ഷറി സെഗ്മെൻറ്റിനെ ചിലപ്പോൾ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ എത്ര ഇമ്പോർട്ടഡ് വാഹനങ്ങൾ വലിയ രീതിയിൽ വില കുറച്ച് ലക്ഷറി സെഗ്മെൻറ്റിൽ വരുമ്പോൾ ഇവരുടെ ലക്ഷറി സെഗ്മെൻറ്റിനും ഇതിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാവരും ഇതിൽ ഉൾപ്പെടും. എല്ലാവർക്കും ഗുണമുണ്ട്, കുറേ ആളുകൾക്ക് ദോഷമുണ്ട്. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. തീർച്ചയായിട്ടും നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് CBU വെഹിക്കിൾസിന് ചെറിയ രീതിയിലുള്ള ഡിപ്രിസിയേഷൻ വരും. വേറൊരു പോയിൻറ്റും കൂടെ ഇതിലുണ്ട്. ഇപ്പം നിലവിലൊരു 2 കോടി 2.5 കോടി വാല്യൂ ഉള്ള വെഹിക്കിള് 2 വർഷം കഴിയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പോർഷേൻ്റെ വാഹനത്തിന് നിലവിൽ 2 കോടിയാണ് ഓൺ റോഡ് പ്രൈസ്. ഇത് 2 വർഷം കഴിയുമ്പോൾ എന്തായാലും ഇവരെ വാഹനത്തിന് എന്തായാലും പ്രൈസ് അവിടെ തന്നെ കൂടിക്കും, യൂറോപ്പിൽ തന്നെ കൂടിക്കും. അത് കൂടി വരുമ്പോൾ ഇവിടെ ഓൺ റോഡ് പ്രൈസ് 2.5 കോടി വരും. അപ്പോൾ അതിൽ നിന്നൊരു ടാക്സ് ഡിപ്രിസിയേഷനും വരുമ്പോൾ വലിയ രീതിയിലുള്ളൊരു വ്യത്യാസം ചിലപ്പോൾ
ആ ടൈമിൽ 1-2 വർഷം കഴിയുമ്പോൾ വരാനുള്ള സാധ്യതയില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, പണ്ട് ഇന്നോവ ഇറങ്ങിയ സമയത്തിന് 7 ലക്ഷത്തിനും 8 ലക്ഷത്തിനും വാങ്ങിച്ച ഇന്നോവ 2, 3, 4 വർഷം ഉപയോഗിച്ചിട്ട് 9 ലക്ഷത്തിന് വിറ്റ ആളുകളുണ്ട്, അല്ലെങ്കിൽ വാങ്ങിച്ച അതേ വിലക്ക് വിറ്റ ആളുകളുണ്ട്. അതിനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നോ? ഷോറൂമിൽ വില കൂടിക്കൊണ്ടേയിരുന്നു. അതായത് 8-നും 9-നും ഇറങ്ങിയ ഇന്നോവ പിന്നെ 12 ആവുന്നു, 13 ആവുന്നു, 15 ലക്ഷം ആവുന്നു. അപ്പോൾ ഈ 8-ന് വാങ്ങിച്ച ആൾക്ക് അപ്പോൾ വണ്ടിക്ക് വില കൂടുതലാണ് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് CBU വാഹനങ്ങൾക്ക് ടാക്സ് കുറയുന്നതോടൊപ്പം തന്നെ 1-2 വർഷം കഴിയുമ്പോൾ ഇവരുടെ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് വില കൂടാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വിട്ടുപോയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരാം. തീർച്ചയായിട്ടും നമ്മളെ മൈൻഡിലില്ല, നമ്മൾ മനസ്സിലാക്കിയ നമ്മളെ എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്താണ്. തെറ്റ് വരാൻ സാധ്യതയുണ്ട്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ തീർച്ചയായിട്ടും ഉടൻ വരുന്നതാണ്. നമ്മുടെ ചാനലും മീഡിയ ടീമും ഞാനും ഒക്കെ ഇൻഷാ അല്ലാഹ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും വരും, വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട, ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. താങ്ക്